ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വന്തം മാവേലിക്കരയിൽ അണ്ടർ വാട്ടർ അക്വാ ടണൽ എക്സ്പോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അണ്ടർ വാട്ടർ അക്വാ ടണലിനെ പറ്റിയായാലോ? അപ്പോൾ എല്ലാവർക്കും DJ ട്യൂണീസിൻ്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. ഈ എക്സ്പോയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിരുന്നു കേട്ടോ ഈ റെയിൻബോ മീനുകൾ. എന്ത് രസമല്ലേ ഇത് കാണാൻ. അങ്ങ് പൊടി പൊടി മീനുകൾ തൊട്ട് വലിയ വലിയ മീനുകൾ വരെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. മീനുകളെയൊക്കെ ഒന്ന് തൊട്ട് നോക്കണമെന്നായിരുന്നു ജാനുക്കുട്ടൻ്റെ ആഗ്രഹം. പലതരം മീനുകൾ ഉണ്ടായിരുന്നു. പിന്നെ ഒരു സജഷൻ ഉള്ളത്, ഈ മീനുകളുടെയൊക്കെ പേര് ആ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്കിത് ഏതൊക്കെ മീനാണെന്ന് അറിയായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഈ എക്സ്പോയെ പറ്റി പറയുകയാണെങ്കിൽ വിലയോ തുച്ഛം ഗുണമോ മെച്ചം എന്നൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. കാരണം എൻട്രി ഫീ ഒരാൾക്ക് വെറും 100 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ 100 രൂപയ്ക്ക് വെർത്താണ്. നമുക്കൊരു 1.5 മണിക്കൂർ നന്നായിട്ട് ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാം. കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ നന്നായിട്ട് എൻജോയ് ചെയ്യും. അതുപോലൊരു സംഭവമാണ്. ഈ ടണലിനുള്ളിലൂടെ പോകുമ്പോൾ ഇവർ നന്നായിട്ട് ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളൊരു അണ്ടർ വാട്ടറിനുള്ളിലാണ് എന്നൊരു ഫീലും നമുക്ക് കിട്ടും. ആ ഫീൽ ഒന്നുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്ത് നമ്മുടെ റെയിൻബോ മീനുകളെ കൊണ്ടാണ് കേട്ടോ. മീനുകൾ മാത്രമല്ല, പല വെറൈറ്റീസ് ഓഫ് പക്ഷികളും ഇവിടെയുണ്ട്. പിന്നെ പക്ഷികളെ ഇങ്ങനെ കണ്ടു പോകുന്നതിന് വലിയ കൗതുകമൊന്നും തോന്നിയില്ല. പിന്നെ കൗതുകമുള്ള ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നത്തെ ഹൈലൈറ്റ് കോഴികളായിരുന്നു. അതിൻ്റെ വലിപ്പം തന്നെ ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. നടന്നൊരു പരുവായിട്ടോ. കാരണം അതുപോലെ സാധനങ്ങളും ഉണ്ട്. നമുക്കങ്ങനെ സ്പീഡിൽ പോകാനും പറ്റില്ല. നല്ല തിരക്കായിരുന്നു. ഒരു ക്യൂവിലാണ് നമ്മൾ പൊക്കോണ്ടിരുന്നത്. നല്ല ക്യൂട്ടായിട്ടിരുന്ന് പോസ് ചെയ്ത് വെള്ളം കുടിക്കുന്ന കുഞ്ഞു മുള്ളമ്പന്നി. ദേ ആ മുകളിലിരിക്കുന്ന സാറിനെ കണ്ടോ? ഓന്ത്. ഇതിൻ്റെ കളറ് മാറുന്നില്ലല്ലോ. പിന്നെതാ കുറേ ഇണക്കുരുവികളെ കാണാം. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പക്ഷികൾ. പിന്നെ പൂച്ചകളുടെ സെക്ഷനായിരുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ഇത്രയും വെറൈറ്റീസ് ഓഫ് പൂച്ചകളുണ്ടെന്ന് ഞാൻ ഈ എക്സ്പോയിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത്. കുഞ്ഞൻ പൂച്ച തൊട്ട് വലിയ കുന്നം പൂച്ച വരെ, നമ്മുടെ കണ്ടം പൂച്ച വരെ ഉണ്ട്. ഇരിക്കണ ഇരിപ്പ് കണ്ടോ? തുറന്നു വിടടാ, എന്നെ തുറന്നു വിടടാ എന്നും പറഞ്ഞ്. പിന്നെ നല്ല കുഞ്ഞൻ വെള്ള എലികൾ ഉണ്ടായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് ജാനുക്കുട്ടൻ്റെ ബ്ലൂ പക്ഷികളെയും കിട്ടി. ഇപ്പോഴുള്ള എല്ലാ എക്സ്പോകളിലും കണ്ടുവരുന്ന ചില ആളുകളാണ് ഇത്. കാരണം ഇവർ ഒരു പേടിയില്ലാതെ പാമ്പിനെ കൈ പിടിച്ചും ഒക്കെ ഇരിക്കുന്ന കാണാം. ചിലരിതൊക്കെ എടുത്ത് ഫോട്ടോയും എടുക്കുന്ന കാണാം. എനിക്കതിനുള്ള ധൈര്യമില്ല. വായൊക്കെ കെട്ടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്. ശരിയാകാം. പക്ഷെ പാമ്പെന്നും പാമ്പ് തന്നെയല്ലേ. അങ്ങനെ നീളുന്നു ഫെസ്റ്റിലെ കാഴ്ചകൾ. ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് അധിക നേരം ഫെസ്റ്റിന് നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസ് അധികം എടുക്കാനും സാധിച്ചിട്ടില്ല. ഇന്നത്തെ ഈയൊരു ദിവസം ഇവിടെ വന്ന് കണ്ടവർക്കാർക്കും നഷ്ടമാകില്ല എന്ന് മാത്രം ഉറപ്പ് നൽകാം.